ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാർട്ട് 4 വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ഓർണമെൻറ്റ്സ് ഒക്കെ എങ്ങനെ ഷെയ്ഡിങ് ചെയ്യാമെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ബോഡി കളറിങ്ങിനെ പറ്റി നോക്കാം. ധ്യാന ശ്ലോകം അനുസരിച്ച് സരസ്വതി ദേവിക്ക് വൈറ്റ് കളറാണ് കൊടുക്കാറുള്ളത്. വൈറ്റ് കളറിൽ ഷെയ്ഡിങ് ചെയ്യാതെയും ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ യൂസ് ചെയ്തിട്ട് ഷെയ്ഡിങ് ചെയ്യാം. ഞാനിവിടെ യെല്ലോ യൂസ് ചെയ്തിട്ട് ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട്. അരയിനത്തിനും സെയിം ഷെയ്ഡിങ് മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ഇതുപോലെ വേണമെങ്കിലും ഷെയ്ഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡോട്ട് ഇട്ടിട്ടും ഷെയ്ഡ് ചെയ്യാം. കൈക്കകത്ത് കാവി ചുവപ്പ് കളറാണ് കൊടുക്കുന്നത്. വളരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡിങ് ചെയ്തതിന് ശേഷം ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും ഡോട്ടഡ് ഷെയ്ഡിങ് തന്നെയാണ് ചെയ്യുന്നത്. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് കാവി ചുവപ്പ് എടുത്തിട്ട് ഇതുപോലെ വരച്ചതിന് ശേഷം ഒരു വെറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ലയിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാവി ചുവപ്പ് ഉപയോഗിച്ചിട്ട് ക്രോസ് ഷെയ്ഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതിനെ പത്രകം എന്നാണ് പറയുന്നത്. ക്രോസ് ഷെയ്ഡിങ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ബ്രഷിൽ പെയിൻ്റ് എടുക്കുന്ന സമയത്ത് ഡാർക്കറായിട്ടുള്ള ഏരിയ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബ്രഷിൽ പെയിൻറ്റ് കുറയുന്നൊരു ടൈമിൽ ലൈറ്റായിട്ടുള്ള ഏരിയാസിൽ ഷെയ്ഡിങ് ചെയ്യുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്തായിട്ട് വെള്ളം വരുന്ന പോർഷനാണ്. അവിടെ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പെർഷ്യൻ ബ്ലൂവും കൊബാൾട്ട് ബ്ലൂവും 1:1 റേഷ്യോയിൽ എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി ഡാർക്കറായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ഡിസൈൻ വരയ്ക്കുക. അതിന് ശേഷം ഒരു വെറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് ലയിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇതിൽ ലൈൻസ് ഇട്ടാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. കുറച്ചുകൂടി ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബാക്കിയുള്ള ഔട്ട്ലൈൻ എല്ലാം ചെയ്ത് കൊടുക്കാം. അടുത്തതായി അരണ്യത്തിൻ്റെ കണ്ണുകൂടി വരച്ചു കൊടുക്കാം. സരസ്വതി ഹംസ വാഗീശ്വരി എന്ന ധ്യാന ശ്ലോക അടിസ്ഥാനത്തിൽ വരച്ച ചിത്രം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പിക്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഷെയർ ചെയ്യുക. ഈ പിക്ചറിൻ്റെ റെഫറൻസ് ഇമേജ് വേണമെന്നുള്ളവർ എൻ്റെ ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു മ്യൂറൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.